ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തിയിരിക്കുകയാണ്. 4:45 തിരുവനന്തപുരത്തെത്തിയ നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ 5:07 കന്യാകുമാരിയിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. മറ്റന്നാൾ വരെ 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ ധ്യാന മണ്ഡപത്തിൽ അദ്ദേഹം ധ്യാനമിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. സുരക്ഷയ്ക്കായി 2000 പോലീസുകാരെയാണ് കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുള്ളത്. അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി അവിടേക്ക് വിവേകാനന്ദ പാറയിലേക്ക് തിരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. വി അരുൺ കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, അദ്ദേഹം കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം വിവേകാനന്ദ പാറയിലേക്ക് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് അവിടെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണ് പ്രധാനമന്ത്രി ഉള്ളത്? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? 15 മിനിറ്റ് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു. ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം, വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ കന്യാകുമാരി ക്ഷേത്രത്തിന് ചേർന്നുള്ള അമ്മൻ കോവിലിൽ, ഭഗവതി അമ്മൻ കോവിൽ അദ്ദേഹം ദർശനം നടത്തുകയാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അല്പസമയത്തിനകം ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ന്യൂസ് 18 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേകാനന്ദ പാറയിലേക്ക്, ഈ പ്രധാനമന്ത്രി പോകുന്ന വഴിയാണ്, ബോട്ടിൽ അദ്ദേഹം പോകുന്ന കടൽ മാർഗം ഇതുവഴിയാണ് അദ്ദേഹം പോകുന്നത്. പാറയാണ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കരയിലും കടലിലും ആകാശത്തും ഒരുപോലെ പ്രധാനമന്ത്രി സുരക്ഷയ്ക്കായി വലിയ സന്നാഹങ്ങളാണ് സുരക്ഷാ ഏജൻസികൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുന്നു. അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ കന്യാകുമാരി, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി, ഈ മുനമ്പ് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. രാജ്യസുരക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ഈ കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ പാളിച്ചകളും ഉണ്ടാകാതിരിക്കാൻ ഏജൻസികൾ, കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി നമുക്ക് ദൃശ്യങ്ങളിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിവേകാനന്ദ പാറയുടെ പിൻവശത്ത് ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടെ ഈ പടക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. ചുറ്റും സുരക്ഷയാണ്. ഒരു ഈച്ച പോലും പറക്കാൻ കഴിയാത്ത അത്ര സുരക്ഷാ സേനകൾ അറിയാതെ ഒന്നും സംഭവിക്കരുതെന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നാകെ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇവിടെ കപ്പലുകളിൽ, ചെറു ബോട്ടുകളിൽ, മത്സ്യബന്ധന യാനങ്ങളിൽ എല്ലാത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. പട്രോളിംഗ് നടത്തുന്ന നാവികസേനയുടെ ബോട്ടുകൾ നമുക്കിവിടെ കാണാനാകും. ആകാശ വീക്ഷണത്തിനായി ഹെലികോപ്റ്റർ ഉൾപ്പെടെ സംവിധാനങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെയുണ്ട്. ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും സുരക്ഷാ സേനകൾ പുലർത്തുന്നു. നമുക്കറിയാം, കാലാവസ്ഥ കുറെ സമയം മുമ്പ് വരെ ഇവിടെ അത്ര അനുകൂലമായിരുന്നില്ല. കേരളത്തിന് സമാനമായ കാലാവസ്ഥ ഇവിടെ കന്യാകുമാരിക്ക് വരുന്ന വഴിയൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ കന്യാകുമാരി തീർത്തും പ്രസന്നമായ കാലാവസ്ഥയാണ്. തെളിഞ്ഞ മാനമാണ്. അസ്തമയ സമയമെടുക്കുമ്പോഴും വളരെ പ്രസന്നമായ ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആശങ്കയുണ്ടായി. തിരുവനന്തപുരത്തും കാലാവസ്ഥ അല്പം മോശമായിരുന്നു പ്രധാനമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ. പക്ഷേ ആ സമയമാകുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ അവിടെ ഉണ്ടായി. ഇവിടെ സമാനമായ കാലാവസ്ഥയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയത്തിനകം അദ്ദേഹം ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് പോകും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അതിന്റെ കുറച്ചുകൂടി ക്ലോസ് ദൃശ്യങ്ങൾ കുറച്ചുകൂടി സൂം ചെയ്ത് നമ്മുടെ ക്യാമറാമാൻ ഷിജു ചവർ ഒരുപക്ഷെ മറ്റൊരു ചാനലിലും കാണിക്കാൻ കഴിയാത്തത്ര അടുത്തുള്ള ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി പോകുന്ന അത്ര വ്യക്തമായ ദൃശ്യങ്ങളാണ് ഈ പാറയുടേത്. ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നും നാളെയും മറ്റന്നാൾ വൈകുന്നേരം വരെയും അദ്ദേഹം ഇവിടെ ധ്യാനമിരിക്കും. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനങ്ങൾ എപ്പോഴും വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ അനുഭാവികൾ, അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, ലക്ഷക്കണക്കിന് ബിജെപി പ്രവർത്തകർ, കോടിക്കണക്കിന് ബിജെപി പ്രവർത്തകർ, അവരൊക്കെ വലിയ വിശ്വാസത്തോടുകൂടി, വലിയ ആരാധനയോടെയാണ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും കാണുന്നത്. ഈ ധ്യാനത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. നരേന്ദ്രമോദി എന്ന ആത്മീയതയെ പുണരുന്ന, ആത്മീയതയെ വിശ്വസിക്കുന്ന
പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തൊട്ടു തലേ ദിവസം അദ്ദേഹം ധ്യാനത്തിലെത്തുമ്പോൾ മറ്റു രാഷ്ട്രീയ സന്ദേശങ്ങൾ കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. അതുതന്നെയാണ് പ്രതിപക്ഷത്തെ ഇത്രയധികം അത് ആശങ്കപ്പെടുത്തുന്നത്, ആകുലപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ഈ ധ്യാനം പോലും രാഷ്ട്രീയമായി പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. അതിനെതിരെയാണ് അവർ ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം സമീപിച്ചിട്ടുള്ളത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലുള്ള തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല, തടസ്സമുണ്ടാകാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി വിവേകാനന്ദപ്പാറ, ചരിത്രപ്രസിദ്ധമായ വിവേകാനന്ദപ്പാറയിലേക്ക് എത്തും. നമുക്കറിയാം ഇന്ത്യൻ ആത്മീയ ചരിത്രത്തിലും ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലുമൊക്കെ സ്വാമി വിവേകാനന്ദന്റെ പങ്ക്. അദ്ദേഹം ധ്യാനമിരുന്ന അതേ പാറയിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് BJP രാജ്യത്താകമാനം അതിനെ കാണുന്നത്. വലിയ പ്രാധാന്യത്തോടെ അവർ അതിനെ കാണുന്നു. അതിന്റെ അതേ തലത്തിലുള്ള അതേ തീവ്രതയിലുള്ള ആശങ്കകളാണ് മറുപക്ഷത്ത് പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ, ഇന്ത്യ മുന്നണിക്കിടയിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരു രാഷ്ട്രീയമില്ലെന്ന നിലപാടിലാണ് BJP ഇപ്പോഴുമുള്ളത്. പ്രധാനമന്ത്രിയും അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു കാര്യം അതിനെ കാണുന്നില്ല. നിശബ്ദ പ്രചരണ ദിവസം അദ്ദേഹം ഈ മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു അല്പം ഇടവേള എടുത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മീയ വഴിയിലേക്ക്, ധ്യാന വഴിയിലേക്ക് അദ്ദേഹം എത്തുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഇതിനില്ല എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം അതിനെ അങ്ങനെയല്ല കാണും. നമുക്കറിയാം വളരെ ശാന്തമായ കടലാണ്, ത്രിവേണി സംഗമ ഭൂമിയാണ്, ത്രിവേണി സംഗമമാണ് ഇവിടെ, 3 കടലുകൾ സംഗമിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ. അത്രയധികം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ മാത്രമല്ല ആത്മീയ ഇന്ത്യയുടെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കന്യാകുമാരി, ഈ ത്രിവേണി സംഗമ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ ഭക്തിയോടുകൂടി പ്രധാനമന്ത്രി എത്തുമ്പോൾ വിവേകാനന്ദൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തപസ് ചെയ്ത ഇവിടേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് പോകുമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വരവിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ അന്തിമ ഘട്ടത്തിലാണ്. വളരെ കൃത്യമായി ഇതിന് ചുറ്റുമുള്ള 48 തീരദേശ ഗ്രാമങ്ങളുണ്ട്, മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട് ഈ കന്യാകുമാരിക്ക് ചുറ്റും. അവിടെ പോലും ആഴ്ചകൾക്ക് മുമ്പ് പോലീസിന്റെ വിവിധ സുരക്ഷാ ഏജൻസികളുടെ കർശന പരിശോധനയാണ്. ഇതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്നലെ മുതൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ആർക്കും എങ്ങോട്ടും ചലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ പൂർണ്ണമായും ഇവിടേക്കുള്ള ഈ ടൂറിസ്റ്റുകളുടെ, വിനോദസഞ്ചാരികളുടെ വരവ് പോലീസ് തടഞ്ഞിട്ടുണ്ട്, അധികൃതർ തടഞ്ഞിട്ടുണ്ട്. ആർക്കും കടന്നുപോകാൻ കഴിയില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ടു താഴെ ഇവിടെ പ്രസിദ്ധമായ ഈ കന്യാകുമാരിയിലെ ഷോപ്പിംഗ് കേന്ദ്രമാണ്. ചെറിയ ഷോപ്പിംഗ്, ചെറിയ കടകൾ ഇവിടെ നിരവധി വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ കാലത്തിന്റെ അവസാനമാണ്, വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം. പക്ഷേ അവിടെയെല്ലാം പൂർണ്ണമായും സുരക്ഷാ സേനയുടെ പിടിയിലായി കഴിഞ്ഞു. കടകൾ ചിലതൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉടമകൾ മാത്രം, മറ്റാരെയും അവിടേക്ക് കടത്തിവിടാതെ ആ രീതിയിലുള്ള സുരക്ഷ, കമാൻഡോ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, കമാൻഡോ സേനയുടെ സാന്നിധ്യമൊക്കെ അവിടെയും നമുക്ക് കാണാം. തമിഴ്നാട് പോലീസിന്റെ ഉദ്യോഗസ്ഥരെ കാണാം. അല്പസമയം ഇവിടെ നമ്മൾ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുന്നത്. അവർ കൃഷ്ണഗിരി ജില്ലയിൽ നിന്ന് വരുന്നവരാണ്. അതായത് കർണാടക തമിഴ്നാട് അതിർത്തി ജില്ലയിൽ നിന്ന് വരുന്നവരാണ്. 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ